ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ നട്ടി ബബിൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിനുള്ള സ്പോഞ്ച് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 1.5 ടീസ്പൂണോളം ബൂസ്റ്റിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേ അളവ് തന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പൊടിച്ച പഞ്ചസാരയാണ്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഇനി ആദ്യം മൈദയും കൊക്കോ പൗഡർ, ബൂസ്റ്റ് പൗഡർ, അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മൈദയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പ എടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ വേണം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ബൂസ്റ്റ് പൊടി ചേർത്തത് കൊണ്ട് തന്നെ ബൂസ്റ്റ് പൊടി ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കട്ട പിടിച്ചത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ഈ കേക്കിലോട്ട് തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതൊരു വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമ്മൾ ഈ മൈദയുടെ മിക്സ് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 എന്നുള്ളത് 4-5 പ്രാവശ്യമൊക്കെ അരിക്കാം കേട്ടോ. നമ്മൾ അരിക്കും തോറും കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കൂടുക ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 kg കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടൈംസ് ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബൂസ്റ്റിൻ്റെ ആ പൗഡർ ഉണ്ടല്ലോ കട്ട പിടിച്ചത്, അതൊന്ന് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്യാം. അതൊക്കെ ഒന്ന് ഇതിലോട്ട് നന്നായിട്ട് കലങ്ങി വരുന്ന വരെ. ഇത് ഇനി വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷവും ചേർക്കാം കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കേണ്ടത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. 1 മിനിറ്റിൽ കൂടുതൽ ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് ഒരു 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ മിക്സിങ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മിക്സിങ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കേക്ക് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്യാം.
ഞാനിവിടെ ഓവനിലല്ല ചെയ്യുന്നത്, കുക്കറിലാണ്. അപ്പോൾ കുക്കറിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മളിത് കുക്കറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുക്കറിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ബബിൾസൊക്കെ, എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരു 25 അല്ലെങ്കിൽ 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. 25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് എന്തായാലും റെഡി ആവേണ്ടതാണ്. ഇനി അഥവാ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെക്കുക. അപ്പോൾ എന്തായാലും റെഡി ആവും. അപ്പോൾ അതാ ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഇതാ ടൂത്ത് പിക്കിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കേക്ക് റെഡി ആയി എന്നുള്ളത് മനസ്സിലാവാം. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അതാ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയുള്ള ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. എന്താ നമുക്ക് 4 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ കേക്കൊന്ന് ഒരു കേക്ക് ബോർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് 4 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതാ 4 ലെയേഴ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ നമുക്ക് കേട് വരാതെ തന്നെ നമ്മൾ കട്ട് ചെയ്തത് ശരിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലോട്ട് ആവശ്യമായിട്ടുള്ള ക്രീമാണ്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 കിലോൻ്റെ കേക്കിന് ഒരു 1.5 കപ്പ് ക്രീം ആവശ്യമായിട്ട് വരും, ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ക്രീം നല്ലവണ്ണം മെൽറ്റ് ആയതിനു ശേഷം വേണം കേട്ടോ ക്രീം എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഓവർ ബീറ്റ് ചെയ്യാനും പാടില്ല. ഓവർ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രീമിൽ പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ, പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ ചെയ്തിട്ടില്ല. ആവശ്യത്തിന് മധുരം ഈ റിച്ച് ഗോൾഡിൻ്റെ ക്രീം ഉപയോഗിക്കുന്നവർക്കറിയാം, അതിൽ തന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതാ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കാം. കേക്ക് സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്താ ഫസ്റ്റ് ലെയർ വെക്കുന്നത് അടിയത്തെ ആ ഭാഗമാണ്. അതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം ഷുഗർ സിറപ്പാണ്. ഈ ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, 1 കപ്പ് വെള്ളത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ബൂസ്റ്റ് പൗഡർ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്താണ്. പിന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൽ മെയിനായിട്ട് വരുന്നത് ബൂസ്റ്റിൻ്റെ കണ്ടൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഇനി ഇതാ നമുക്ക് ക്രീം ഒന്ന് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡാണ്, അതൊന്ന് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയർ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് തന്നെ എല്ലാ ലെയറും ഒന്ന് വെച്ച് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ 3 ലെയറും വെച്ച് കഴിഞ്ഞ് 4ാമത്തെ ലെയറും വെച്ചു. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക ക്രീം കൊണ്ട്. മൊത്തമായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ക്രീം ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് മൊത്തമായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചോക്കോ ചിപ്സ് കൊടുക്കാം കേട്ടോ. ചോക്കോ ചിപ്സാണ് ഏറ്റവും ബെറ്റർ. ഞാൻ എൻ്റെ കയ്യിൽ ചോക്കോ ചിപ്സ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നട്ട്സായിട്ട് ആൽമണ്ട് അതുപോലെ കാഷ്യൂ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് ഇതൊന്ന് ആക്കി കൊടുക്കാം. ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഈ കേക്കിൻ്റെ ഉള്ളിലും വേണമെങ്കിൽ ഇത് വെക്കാം കേട്ടോ. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇത് കടിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കേക്കിൻ്റെ ഉള്ളിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കേക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ കേക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് നട്ട്സിൻ്റെ ആ മിക്സ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷനും കൂടി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു 30 സെക്കൻഡ് ഓവനിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇത് ചെറിയ ബബിൾസ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഒരു വലുത് ഒരു ചെറുത് അങ്ങനെ വേണം ആക്കി കൊടുക്കാൻ. അപ്പോഴേ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിലൊന്ന് ബബിൾസ് ആക്കി കൊടുക്കുക. ഇതാ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബബിൾസുകളാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കേക്ക് ആദ്യം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു അരിപ്പ എടുത്തിട്ട് അതിലോട്ട് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ തട്ടി കൊടുക്കുക. നമ്മൾ അരിപ്പ വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോഴേ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ സ്പ്രെഡായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബബിൾസും ക്രീമും കേക്കും മൊത്തമായിട്ടൊന്ന് ബൂസ്റ്റ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബബിൾസ് ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബബിൾസ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ഇങ്ങനെ കാണാൻ. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി അടിപൊളി നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ബൂസ്റ്റിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും ആ ക്രീമിൻ്റെ ഒക്കെ കൂടി ഫ്ലേവർ, പിന്നെ അതുപോലെ തന്നെ ആ നട്ട്സിൻ്റെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ കൂടി എല്ലാം കൂടി ഇട്ടുള്ള ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.